ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിലപ്പോൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പള്ളിയിലേക്ക് പോകാൻ മുസ്ലിയാമാര് സമ്മതിക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അത് ഞങ്ങളാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല. ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ? എൻ്റെ ഉമ്മ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ ആശിക്കാതിരിക്കുമോ? അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഏത് മുതഅല്ലിമീങ്ങളുണ്ടോ, ഏത് മുഅല്ലിമീങ്ങളുണ്ടോ, ഏത് വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയവരുണ്ടോ, അവരാരും അവരുടെ ഭാര്യമാരെയോ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ പള്ളിയിലേക്ക് വിളിച്ചില്ലല്ലോ, കൊണ്ടുപോയില്ലല്ലോ. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ നേതാവ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്, വീടാണ് ഉത്തമമെന്ന് പഠിപ്പിച്ചു. ഏത് നബിയാണത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം, സുബഹിന്റെ ബാങ്കിനെ വിളിച്ചു പറയാൻ പഠിപ്പിച്ചില്ലേ? നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ്. നിസ്കരിക്കുകയാണ് വേണ്ടത്, ഉറങ്ങുകയല്ല സുബഹിന്റെ സമയത്ത്. അതേ നബി തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് നിസ്കരിക്കാൻ ഖൈറ്, ഉത്തമം. എന്തുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്? നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ. ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ വീട്ടിലുള്ളവരോ പരിചാരകരോ ഒരൊറ്റ സ്ത്രീയും ജുമഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടു പോയതായി ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല. എന്തുകൊണ്ട്? വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, അതേ ആ സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി, അതിനു വേണ്ടി അതാ നബിയും സഹാബത്തും കൽപ്പിക്കുമായിരുന്നു. വല അതിനു ലഹുന്ന ഫീഹി, നബിയും സഹാബത്തും അതിന് സമ്മതം കൊടുക്കുമായിരുന്നു. നബിയും സഹാബത്തും സമ്മതം കൊടുത്തില്ല. എന്തുകൊണ്ട്? സ്ത്രീകളോടുള്ള സ്നേഹമാണത്, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തതാണത്. കാരണം പുരുഷന്മാരും സ്ത്രീകളുമായി വ്യത്യാസമുണ്ടല്ലോ. രാവിലെ 5 മണിക്ക് സുബഹി, 4:45 ഒരു ചെറിയ മൊബൈൽ ഫോണും പിടിച്ച് ഇങ്ങനെ, ഫോണിലുണ്ടല്ലോ ഇപ്പൊ ടോർച്ച്, ഫോണിലില്ലാത്ത ഇപ്പൊ ഒന്നുമില്ല. എൻ്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു, ഇപ്പൊ ഫോണിൽ എല്ലാ സംഗതിയും ഉണ്ട്, ഒരു കൊടയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു, എല്ലാ സംഗതിയും ഫോണിലുണ്ടല്ലോ. അപ്പൊ ഈ മൊബൈൽ ഫോൺ തുറന്ന് ഇങ്ങനെ ടോർച്ചടിക്കുന്ന പോലെ അടിച്ചിങ്ങനെ പോവാണ്. 4:45 ആര്? 18 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. വല്ല കുഴപ്പവും വരുമോ? ഒരു കുഴപ്പവും വരില്ല. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ചു, എല്ലാ ദിവസവും സുബഹിന്റെ ജമാഅത്തിന് 18 വയസ്സ് 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരി ഇങ്ങനെ ഇത് അടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും സംഭവം? അപ്പോൾ ഇസ്ലാം പ്രകൃതിയോട് യോജിക്കുന്ന മതമാണ്. അതുകൊണ്ട് പറഞ്ഞു, എന്ത്? സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങളെ വീട്ടിൽ നിസ്കരിച്ചാൽ തരും. പടച്ചവൻ ചെയ്തൊരു ഔദാര്യാണത്, പടച്ചവൻ ചെയ്ത വലിയ ഒരു ഇളവാണത്. അതേ സമയത്ത് സ്ത്രീകൾ, ആ സ്ത്രീവർഗം പള്ളിയിൽ കയറാത്ത കക്ഷികളായത് കൊണ്ടാണെന്നാരും തെറ്റിദ്ധരിപ്പിക്കണ്ട. കാരണം ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്. ആ മസ്ജിദുൽ ഹറാമിൽ പോകാൻ കഴിയുന്ന സ്ത്രീകൾ അവിടെ പോയിട്ട് തവാഫ് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാൻ, തവാഫിന് വേണ്ടി പോകാൻ അനുമതിയല്ല, നിർബന്ധമാണ്. അനുമതിൻ്റെ അപ്പുറാണ്. കഴിവുണ്ടെങ്കിൽ എവിടെ ഉംറക്ക് പോകണം, അതേ ഹജ്ജിന് പോകണം. പള്ളി കയറിയിട്ടല്ലാതെ തവാഫ് ചെയ്യാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അപ്പൊ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, പറയില്ല. അതേ സമയത്ത്
സ്ത്രീകൾക്ക് അവർ പള്ളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവർക്ക് വരാതിരുന്നാലാണ് പ്രതിഫലം. അള്ളാഹു ചെയ്തു കൊടുത്തൊരു ഇളവാണത്. ആ ഇളവിനെ അംഗീകരിക്കണം. അവിടെ അതിൻ്റെ അപ്പുറം നമ്മളെ വകയിലൊരു മതം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഈ പുത്തൻവാദികൾക്ക് പറ്റിയത്. അവരെ വകയിൽ അവർ മതം ഉണ്ടാക്കി. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്ന് പാസ്സാക്കി. അത് അവരെ വകയിൽ ഉണ്ടാക്കിയ മതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതമല്ല. നമ്മളാരും അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കൂല. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നേ വിശ്വസിക്കുള്ളൂ. ആ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് ഇസ്ലാം. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇനി ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു തന്നെയും പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ? യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. പള്ളിയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും സൗര സമയത്തും നിസ്കാരം നിർവഹിക്കുന്നു. ആര്? റിജാലുൻ, പുരുഷന്മാർ. സ്ത്രീകൾ എന്ന് പറയുന്നില്ല, മനുഷ്യന്മാര് എന്നും പറയുന്നില്ല. മനുഷ്യന്മാര് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും പെടും. അതുകൊണ്ട് അള്ളാഹ് പ്രത്യേകം പറയുന്ന റിജാലുൻ, പുരുഷന്മാർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു വീണ്ടും പറയുന്നു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സക്കാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതേ, ആ പുരുഷന്മാരെ സ്വഭാവം എന്താണ്? അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അവരുടെ തിരക്ക് കൊണ്ട് ഒരു ജുമഅയും നഷ്ടപ്പെടുന്നില്ല. അവരെ നിസ്കാരം നഷ്ടപ്പെടുന്നില്ല. അവര് സക്കാത്ത് കൊടുക്കാതെ അവരതാ കെട്ടിപ്പൂട്ടി വെക്കുന്നില്ല. സക്കാത്ത് നൽകുന്നവരാണ്. നിസ്കാരം ശരിക്ക് നിർവഹിക്കുന്നവരാണ്. പടച്ചവനെ ഭയപ്പെടുന്നവരാണ്. അത്തരം പുരുഷന്മാരാണ് ആ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നു.